പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമല മാലതിനോട് പറയുന്നുണ്ടായിരുന്നു ഹരിയും അതുപോലെ തന്നെ രഞ്ജും കൂടെ സ്കൂളിലും കോളേജിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകൽ മുഴുവൻ ഞാനിവിടെ ഒറ്റയ്ക്കാണ്, ബോറടിച്ച് മരിക്കും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ മാലതി പറയുന്നുണ്ടായിരുന്നു ഒരു വീടാകുമ്പോൾ എന്തെല്ലാം ജോലികളുണ്ടാവും, എനിക്കൊക്കെ 24 മണിക്കൂർ തികയാത്ത പോലെ ഒരു 30 മണിക്കൂറെങ്കിലും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയട്ടോ. ഞങ്ങളുടെ വീട് ഇപ്പോൾ കാണണം, അകത്തും പുറത്തൊക്കെ നിറയെ ചെടികളാണെന്നിങ്ങനെ മാലതി പറയും. എന്നിട്ട് പിന്നെ രഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ഏത് സമയം മൊബൈലിലാണല്ലോ, അപ്പോൾ ഇവൾ ഏത് സമയം മൊബൈലിലാണല്ലോ എന്നിങ്ങനെ മാലതി പറയും. എന്നിട്ട് അവളോട് തന്നെ പറയുന്നുണ്ടായിരുന്നു സ്ക്രീൻ ടൈം കുറയ്ക്കണം കേട്ടോ എന്ന്. അപ്പോൾ പറഞ്ഞൊരു മൂളയിൽ മുള്ളിയിട്ട് അവളെ അവിടെ നിന്ന് പോകും കേട്ടോ. അപ്പോഴേക്കും ഹരിയും ഗംഗാധരനും കൂടെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ഹരിയാണെങ്കിൽ എന്തോ സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ലിസ്റ്റ് കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ അത് നീ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ട് വിളിച്ചാൽ മതി, ഞാൻ വിളിച്ച് പറഞ്ഞു തന്നോളാന്ന് കമല പറയും കേട്ടോ. എന്തായാലും ഹരി അങ്ങനെ പോവും. അത് കഴിഞ്ഞ് പിന്നീട് ബാലചന്ദ്രൻ്റെ പ്രശ്നം എന്തായി മനസ്സിലായോ എന്ന് കമല ചോദിക്കുന്നുണ്ട് ഗംഗാധരനോട്. അപ്പോൾ ഗംഗാധരൻ പറയും അത് മനസ്സിലായി, പക്ഷേ വൈജയുടെ പ്രശ്നം എന്താണെന്ന് ഇതുവരെ മനസ്സിലായില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അവളുടെ പ്രശ്നം അലീനയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അലീന ആ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവളുടെ പ്രശ്നം എല്ലാം തീരും എന്ന് പറയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അലീനയെ കുറിച്ച് എന്താ കമലയുടെ അഭിപ്രായം എന്ന് ചോദിക്കും. അപ്പോൾ അവളത്ര നല്ല പെണ്ണൊന്നും അല്ലാതെ ആണുങ്ങളോട് ശൃംഗരിക്കും, അതുപോലെ തന്നെ പെട്ടിയിൽ നിന്നൊക്കെ പണം മോഷ്ടിക്കും, സ്വർണ്ണം മോഷ്ടിക്കും എന്നൊക്കെ പറയാനായിട്ട്. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടുന്ന് അവൾ എത്ര സ്വർണ്ണം മോഷ്ടിച്ചു, എത്ര പണം മോഷ്ടിച്ചു എന്ന് ചോദിക്കട്ടോ. അപ്പോൾ കമലയ്ക്ക് പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല കേട്ടോ, നിന്ന് പരിങ്ങാണ്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവിടുന്ന് എൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് അവൾക്ക് ഒന്നും മോഷ്ടിക്കാൻ കിട്ടിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ടായിരുന്നു കടപ്പാട്ടൂരിന് എത്ര പണവും സ്വർണ്ണം അവൾ മോഷ്ടിച്ചെന്ന് ചോദിക്കും. അപ്പോൾ അതിൻ്റെ കണക്കൊക്കെ വൈജയ്ക്ക് അറിയുള്ളൂ. എന്തായാലും അലീനയാണ് വൈജയുടെ പ്രശ്നം, അതെനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയും. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ അലീനയോട് സംസാരിച്ചു, അതുപോലെ അമ്മേനോട് സംസാരിച്ചു, ബാലചന്ദ്രൻ്റെ മക്കളോട് സംസാരിച്ചു, ബാലചന്ദ്രനോടും വൈജയനോടും സംസാരിച്ചു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അലീനയെ കുറിച്ച് കമല പറഞ്ഞതെല്ലാം പരദൂഷണമാണെന്ന് മനസ്സിലായി എന്ന് പറയും കേട്ടോ. അപ്പോൾ വൈജ വിചാരിക്കുന്ന പോലെയല്ല, എല്ലാം വൈജയുടെ തെറ്റിദ്ധാരണയാണെന്ന് മാലതി പറയുമ്പോൾ അതെ അവൾക്ക് കുറച്ച് തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട് എന്നിങ്ങനെ കമല പറയുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു ആ തെറ്റിദ്ധാരണയിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ച് ആളി കത്തിക്കാൻ നോക്കരുത് കമല എന്ന് പറയും. അലീനയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ആർക്കായിരുന്നു ഇത്ര നിർബന്ധം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഗംഗാധരൻ. അത് അച്ഛനായിരുന്നു നിർബന്ധം എന്ന് പറയും കേട്ടോ. അപ്പോൾ അച്ഛൻ മരിച്ചു കഴിഞ്ഞ ആഴ്ചകൾ കഴിഞ്ഞിട്ടാണല്ലോ അലീന ഇങ്ങോട്ട് വന്നത്, അന്ന് അലീനയെ കൊണ്ടുവരാൻ മുൻകൈ എടുത്തത് ആരാ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അത് മനുവാണ്, അവനായിരുന്നു അലീനനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് നന്നായിട്ട് നിർബന്ധം ഉണ്ടായിരുന്നത്. ഞാനും ശിവേട്ടനും വൈജയൊക്കെ ഇങ്ങനെ പറഞ്ഞതാണ് കഴക്കൂട്ടത്ത് നിന്നുള്ള ഹോം നേഴ്സ് വേണ്ട എന്നുള്ളത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ മനുവിന് നല്ല നിർബന്ധമായിരുന്നു, അച്ഛൻ്റെ അന്ത്യാഭിലാഷാണെന്നൊക്കെയാണ് അവൻ പറഞ്ഞത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അച്ഛനാണെങ്കിലും കഴക്കൂട്ടത്ത് പോയിട്ട് അലീനയെ തന്നെ സെലക്ട് ചെയ്യാൻ എന്താ കാരണം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഗംഗാധരൻ. അപ്പോൾ കമല പറയും അവിടെ കഴക്കൂട്ടത്ത് ഓർഫനേജ് നടത്തുന്ന സ്ത്രീ ഇവിടെ വന്നിട്ട് ഒരു ദിവസം അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നു, അതിനുശേഷമാണ് അലീനയെ കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ മനുവിനെയും കൊണ്ട് കഴക്കൂട്ടത്ത് പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നീട് കമലേനോട് പറയുന്നുണ്ടായിരുന്നു ആ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കണം എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ. മറ്റുള്ളവരെ ചിലപ്പോൾ നമ്മളത് വേദനിപ്പിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ഒരു വിനോദമായിട്ട് തോന്നും, പക്ഷേ അങ്ങനെയല്ല, അത് അവർക്കും കൂടെ വേദനിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമലയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്ന് പറയുമ്പോൾ ആന്നൊക്കെ കമല പറയുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് കമല പറയുന്നുണ്ടായിരുന്നു ഹരിക്ക് ഇങ്ങനെ ലിസ്റ്റ് വാങ്ങാനുള്ളത് ഫോൺ വിളിച്ച് പറഞ്ഞു, സാധനം വാങ്ങിക്കാനുള്ള ലിസ്റ്റ് ഫോൺ വിളിച്ച് പറഞ്ഞു കൊടുത്തില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പെട്ടെന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ഗംഗാധരനാണെങ്കിലും എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത്. മനും ബബിതയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ടായിരുന്നു ഉറക്കാണോ എന്ന്. അപ്പോൾ ബാലചന്ദ്രൻ എണീറ്റിട്ട് കണ്ണ് തുറന്നിട്ട് പറയും ഉറക്കൊന്നല്ല, ഞാൻ വെറുതെ കണ്ണടച്ച് കിടന്നതാണ് എന്ന് പറയും കേട്ടോ. കണ്ണടച്ച് കിടന്നുകൊണ്ട് ഓരോ കാഴ്ചകൾ കാണാമായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ടായിരുന്നു അതെങ്ങനെയെങ്കിലും കണ്ണടച്ച് കിടന്നുകൊണ്ട് കാഴ്ചകൾ കാണുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ കണ്ണുകൊണ്ടല്ല മനസ്സുകൊണ്ടാണ്, ഓരോന്നും ഇങ്ങനെ പിറകോട്ട് ചിന്തിച്ചാൽ മതി, അപ്പോൾ നമുക്ക് ഓരോരോ കാഴ്ചകൾ ഇങ്ങനെ കാണാൻ പറ്റും, കള്ളത്തരങ്ങൾ, കപടവേഷങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്ത് കാണാം എന്നൊക്കെ പറയുമ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്കിളിങ്ങനെ സ്വയം എൻ്റർടൈൻ ചെയ്യുകയാണല്ലേ എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അതേ ജീവിതത്തിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണുമ്പോഴാണ് നമുക്ക് പറ്റിയ അബദ്ധങ്ങളും അമളിയൊക്കെ മനസ്സിലാവുന്നത് എന്ന് പറയും കേട്ടോ. എന്നിട്ട് പിന്നെ ബബിതയോട് ചോദിക്കുന്നുണ്ടായിരുന്നു മോളെന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, ഇവിടെ കാണാനൊന്നുമില്ല, അച്ഛനിങ്ങനെ കിടക്കുന്നു, അതുപോലെ തന്നെ രാവിലെ ആവുന്നു, ഡോക്ടർ വന്ന് പരിശോധിക്കുന്നു, നഴ്സ് മരുന്ന് തരുന്നു എന്നിങ്ങനെ പറയൂ കേട്ടോ. അച്ഛൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു അച്ഛൻ നല്ല ഹെൽത്തി ആയിരുന്നല്ലോ, അച്ഛൻ കോണിപ്പടിയൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ചെയ്തിരുന്നതാണല്ലോ, പിന്നെ എങ്ങനെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നത്, അച്ഛൻ ആരാ ഇത്രയും പ്രഷർ തന്നത് എന്നൊക്കെ ഇങ്ങനെ ബബിത ചോദിക്കുകയാണ് കേട്ടോ ഓരോരോ ചോദ്യങ്ങൾ ബാലചന്ദ്രനോട്. ബാലചന്ദ്രൻ നല്ല വിഷമത്തോടുകൂടി ബബിതയോട് പറയുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ ഹാർട്ട് ചിലരൊക്കെ ചേർന്ന് ഞെക്കി പൊട്ടിച്ചതാണ്, ഇപ്പോൾ
ബലൂൺ ഇങ്ങനെ വീർപ്പിച്ചിട്ട് ചിലർ അത് 2 കൈ കൊണ്ടും ഇങ്ങനെ അമർത്തി പൊട്ടിക്കുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ എന്നിങ്ങനെ പറയും. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, അങ്കിൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചിലത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് പറയൂ കേട്ടോ. വല്ലതും മനസ്സിലായോ എന്നൊക്കെ ബബിതയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബബിത ഇല്ല എന്ന് കാണിക്കൂ കേട്ടോ, മനസ്സിലായിട്ടില്ല എന്നിങ്ങനെ പറയും. ബബിതയാണെങ്കിലും ബാലചന്ദ്രനോട് ചോദിച്ചല്ലോ അച്ഛൻ ആരാ ഇത്രയും പ്രഷർ ചെയ്തതെന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, മനുഷ്യരൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മൾക്ക് ഒരു ഏകദേശ രൂപം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ ബബിത മോളെന്നെ രാവിലെ എണീക്കുന്നു, ഹോംവർക്ക് ചെയ്യുന്നു, പഠിക്കുന്നു, സ്കൂളിൽ പോകുന്നു, അവിടെ നിന്നും പഠിക്കുന്നു, തിരിച്ച് കൃത്യസമയത്ത് വീട്ടിലേക്ക് തിരിച്ചു വരുന്നതാണല്ലോ അച്ഛനെ പോലെയുള്ളവരെയും അച്ഛനെ പോലെ ചില മണ്ടന്മാരുടെയും വിചാരം. എന്നാൽ യാഥാർത്ഥ്യത്തിൽ അങ്ങനെയാണോ എന്നിങ്ങനെ ചോദിക്കൂട്ടോ. അപ്പോൾ ബബിത നിന്ന് പരിങ്ങാണ് കേട്ടോ. ബബിത കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് ഇങ്ങനെ ബാലചന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു, അതെ അങ്ങനെ തന്നെയാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛനോടും അമ്മേനോടും പറയാൻ പറ്റാത്ത കള്ളത്തരങ്ങളും ഒന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പാസ്വേഡും ലോക്കും മാറ്റിയിട്ട് ആ ഫോണൊന്ന് തരാവോ എന്ന് ചോദിക്കും. അപ്പോൾ ബബിതയാണെങ്കിലും നിന്നിങ്ങനെ പരിങ്ങും കേട്ടോ, പെട്ടെന്നൊന്നും കൊടുക്കുന്നില്ല ഫോണ്. കുറേ സമയം ഇങ്ങനെ ആ ഫോൺ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പരിങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ലോക്ക് മാറ്റിയിട്ട് ബാലചന്ദ്രൻ്റെ കയ്യിലേക്ക് ആ ഫോൺ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ലോക്കൊക്കെ മാറ്റിയിട്ടാട്ടോ കൊടുക്കുന്നത്. ബാലചന്ദ്രൻ ഫോൺ നോക്കിയിട്ട് പിന്നീട് ബബിതയോട് പറയുന്നുണ്ടായിരുന്നു, അതിലെല്ലാ ആപ്പിനും ലോക്കിട്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് രഹസ്യങ്ങളുണ്ടല്ലേ, വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും എല്ലാം ലോക്കാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. മെസ്സേജും എല്ലാം ലോക്കാണ്, ഗ്യാലറിയും ലോക്കാണ് കേട്ടോ. അപ്പോൾ അത് ഓരോന്ന് എടുത്ത് പറഞ്ഞിട്ട് എല്ലാം ലോക്കാണല്ലോ, ഒരുപാട് രഹസ്യങ്ങളുണ്ടല്ലേ, കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് തിരിച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ട് മനുവിനോടായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ 1ാം ക്ലാസ്സിൽ ഇങ്ങനെ ചേർന്ന് കഴിഞ്ഞു, ഇനി 1 മുതൽ പഠിച്ചു തുടങ്ങുകയാണ്, മനുഷ്യരെ ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് പറയട്ടോ. ഇതുവരെ എഴുതിയ പരീക്ഷയെല്ലാം തോറ്റു, നന്നായിട്ട് പഠിച്ചില്ല, അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും എനിക്കൊന്ന് ജയിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ജയിക്കണം എന്നും ബാലചന്ദ്രൻ തന്നെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ബബിതയാണെങ്കിലും ബാലചന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു, നീലഗിരിയിൽ നിന്ന് ഗംഗാധരനങ്ങളും ആൻറ്റിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അതെ ഞാൻ അറിഞ്ഞു എന്ന് പറയൂട്ടോ, അവരും വരട്ടെ, അവരാണ് എന്നെ കാണാൻ അങ്ങനെ ഏറ്റവും യോഗ്യത ഉള്ളവർ, അതും പഠിക്കാനുണ്ട്, അതൊരു സബ്ജക്റ്റ് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയുകയാണ്. അത് കഴിഞ്ഞ് മനു പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ ഞാൻ ബബിതേനെ കൊണ്ടുവിടട്ടെ എന്ന്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞവർ പോകാൻ നിൽക്കുമ്പോൾ മനുവിനോട് ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, നീ ടൗൺ വഴി ബബിതേനെ കൊണ്ട് പാസ് ചെയ്യുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്ന് വെച്ചാൽ വാങ്ങി കൊടുക്കണം കേട്ടോ എന്ന് പറയും. ശരി അങ്കിളെന്ന് പറഞ്ഞിട്ട് മനു പോകും കേട്ടോ അവിടെ. അത് കഴിഞ്ഞ് അലീന മുത്തശ്ശിക്ക് മരുന്നൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശീനോട് പറയുന്നുണ്ടായിരുന്നു, ഈ ബെൽറ്റ് അഴിച്ച് മാറ്റിയാൽ പതിയെ നടന്ന് തുടങ്ങാമെന്ന്. അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് അഴിക്കാമെന്നാണ് മുത്തശ്ശി പറയുന്നത്. അപ്പോൾ എന്തായാലും മാഡം വരട്ടെ എന്നൊക്കെ അലീനയും മുത്തശ്ശീനോട് പറയുകയാണ് കേട്ടോ. മരുന്നൊക്കെ എടുത്ത് കൊടുത്ത് മുത്തശ്ശിക്ക് നേരെ പുതപ്പൊക്കെ ശരിക്ക് പുതച്ചൊക്കെ കൊടുത്തിട്ട് പിന്നീട് മുത്തശ്ശീനെ അവിടെ കിടക്കാൻ പറഞ്ഞിട്ട് അലീനയും താഴെ തറയിൽ ചെന്ന് ഇരുന്നിട്ട് ബെഡൊക്കെ വിരിച്ച് റെഡിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ അലീനയ്ക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ബബിത റൂമിലേക്ക് വരുന്നത്, മുത്തശ്ശിയുടെ റൂമിലേക്ക് വരുന്നത്. അപ്പോൾ നാളെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു, അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ മുത്തശ്ശീനോട് പറയുന്നുണ്ടായിരുന്നു ബബിത. അപ്പോൾ നാളെ അവൻ വരുമോ എന്നൊക്കെ ചോദിക്കട്ടെ നല്ല സന്തോഷത്തിൽ. അപ്പോൾ വീടൊക്കെ നന്നായിട്ട് അടിച്ച് തുടച്ചിടാൻ വേണ്ടി പറഞ്ഞു, അതിനാണ് അമ്മ വിളിച്ചത് എന്നിങ്ങനെ അലീനയോട് പറഞ്ഞിട്ട് ബബിത അവിടുന്ന് പോകട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് നാളെ തന്നെ പോവാലോ എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ അവൻ വന്നിട്ട് തീരുമാനിക്കുക കുഞ്ഞെ എന്നിങ്ങനെ പറയൂ കേട്ടോ. എന്തായാലും അവൻ എത്ര ദിവസമായി ഹോസ്പിറ്റലിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിലും തിരിച്ചു വരാമെന്ന് പറഞ്ഞപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ട്. എന്തായാലും പിന്നീട് അലീന പ്രാർത്ഥിച്ചൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് പിറ്റേ ദിവസമാണ് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഡിസ്ചാർജിനൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈജയന്തി ആണെങ്കിലും പെട്ടെന്ന് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് നല്ല സന്തോഷത്തിൽ വരികയാണ് കേട്ടോ. ബാലചന്ദ്രന് വൈജയന്തിനെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നത്. എന്നിട്ട് അങ്ങനെ നോക്കുമ്പോൾ തന്നെ വൈജയന്തിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്ന് ആ ചിരിയൊക്കെ അങ്ങ് പോകട്ടോ. എന്നിട്ട് ബാലചന്ദ്രനോട് വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, ഡോക്ടർ ഡിസ്ചാർജിന് എഴുതിയിട്ടുണ്ട് എന്നിങ്ങനെ പറയും. അപ്പോൾ എന്നൊരു മൂളൽ കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്യട്ടെ എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ അതിനും കനപ്പിച്ചൊരു മൂളലങ്ങ് മൂളു കേട്ടോ. അത് കഴിഞ്ഞ് കൃഷ്ണമോളും കൂടെ ഉണ്ടായിരുന്നു വൈജയന്തിൻ്റെ. അപ്പോൾ ബാലചന്ദ്രൻ കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഗോവർദ്ധൻ വന്നിട്ടുണ്ടോ എന്ന്. അതെ അങ്കിൾ വന്നിട്ടുണ്ടല്ലോ, പുറത്ത് പാസേജിൽ നിൽക്കുന്നുണ്ട് എന്ന് പറയട്ടോ. വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ വിളിക്കാനായിട്ട് പറയൂ കേട്ടോ ബാലചന്ദ്രൻ. അത് കഴിഞ്ഞ് മനു ആണെങ്കിലും ബില്ലെല്ലാം കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വൈജയന്തിയാണ് കേട്ടോ ആദ്യം കൈ നീട്ടുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ അത് പെട്ടെന്ന് അങ്ങ് വാങ്ങിക്കും.
അപ്പോൾ വൈജയന്തിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഞാനല്ലേ മനു ആദ്യം കൈ നീട്ടിയതെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ അങ്ങ് ദേഷ്യപ്പെടാണ് കേട്ടോ. അതിനെന്ത് വേണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ ദേഷ്യപ്പെടുന്നത്. അപ്പോൾ മനുവിനോടാണെങ്കിലും വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, എന്നെ കാണുന്നത് ഇഷ്ടമല്ല, കുറേ ദിവസമായിട്ട് തന്നെയാണല്ലോ ഞാൻ ചെയ്യുന്നത്, ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, അതെ എനിക്ക് ഇഷ്ടമല്ല, ഇനി അങ്ങോട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. ഭയങ്കര ദേഷ്യത്തിലാണ് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഗോവർദ്ധൻ വന്നിട്ട് ബില്ലൊക്കെ അടയ്ക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാളുടെ അടുത്താണ് ബില്ലൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷനും എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ മനു ആണെങ്കിലും. അത് കഴിഞ്ഞ് പിന്നീട് വൈജയന്തി ആണെങ്കിലും നല്ല ദേഷ്യത്തിൽ അവിടെ നിൽക്കുന്നുണ്ട്. വൈജയന്തി അങ്ങനെ പറയുമ്പോൾ മനു വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, എന്തിനാ വെറുതെ എന്നിങ്ങനെ പറയുന്നുണ്ട്. മിണ്ടാതിരിക്കാൻ വേണ്ടി പറയുകയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ വൈജയന്തിയുടെ സ്വഭാവം വെച്ചിട്ട് മിണ്ടാതിരിക്കുന്ന സ്വഭാവം വൈജയന്തിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഓരോന്ന് പറയുമ്പോൾ തിരിച്ചും അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണമോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ ആ സമയത്ത് അച്ഛൻ എന്താ ഇത്ര പെട്ടെന്ന് ദേഷ്യം വരുന്നത് എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോൾ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ കൃഷ്ണമോളോട് പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ്റെ ഹൃദയം ഇപ്പോൾ ഇങ്ങനെ പൊട്ടിയിരിക്കുകയാണ്, അത് ഇങ്ങനെ ഡോക്ടർമാർ ചേർന്ന് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്, അപ്പോൾ അത് ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോഴേക്കും ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പോകാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണോ, എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ആരുടെ മുഖത്ത് ഒരു സന്തോഷമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ആരുടെ മുഖത്ത് ഒരു സന്തോഷമില്ലാത്തത്, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ മനു പോകാനുള്ള തിരക്കിലാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഡോക്ടർ ബാലചന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു, മനസ്സിനെ അലട്ടുന്ന ഒരു കാര്യത്തിലും ഇൻവോൾവ് ആവരുത്, ബിസിനസ്സൊക്കെ നോക്കി നടത്താൻ ആളുകളുണ്ടല്ലോ എന്നൊക്കെ പറയും. ഇഷ്ടമുള്ള ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള സംഗീതം, ഇതൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് അങ്ങ് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് പറയുന്നുണ്ടായിരുന്നു, ഡോക്ടർ ആരോടുമായിട്ടും ഇങ്ങനെ ഒരു ആർഗ്യുമെൻറ്റ്സും ഒന്നും വേണ്ട എന്ന് പറയൂ കേട്ടോ. ഇനിയിപ്പോൾ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് മാറി ഇപ്പോഴുള്ള സറൗണ്ടിങ്ങിൽ നിന്ന് ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് മാറി താമസിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. നിർബന്ധമൊന്നുമില്ല, സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാലചന്ദ്രന് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് തന്നെയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് വൈജയന്തിയുടെ അടുത്തേക്കാണ് കേട്ടോ ഡോക്ടർ ചെല്ലുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ കൺസൾട്ടിങ് റൂമിലേക്ക് ഒന്ന് വരും, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകും. ഡോക്ടറും നേഴ്സും പോകുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ആണെങ്കിലും പോവാതെ അവിടെ തന്നെ നിൽക്കുക കേട്ടോ ബാലചന്ദ്രനെ നോക്കിക്കൊണ്ട്. ബാലചന്ദ്രനാണെങ്കിലും നല്ല ദേഷ്യത്തിലാണ്, ഒന്നും മിണ്ടുന്നില്ല, അങ്ങോട്ട് നോക്കുന്നില്ല കേട്ടോ. അപ്പോൾ മനു ചെന്നിട്ട് വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു, ആൻറ്റി പോയിട്ട് വാന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും വൈജയന്തി പിന്നെ അവിടുന്ന് ഡോക്ടറുടെ പിറകെ തന്നെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ തന്നെ വൈജയന്തിനോട് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വർക്കിംഗ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ അതേ വർക്കിംഗ് ആണെന്ന് പറയുമ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ബാങ്കിലാണെന്നൊക്കെയുള്ള മറുപടിയൊക്കെ വൈജയന്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാലചന്ദ്രൻ്റെ കാര്യം സംസാരിക്കുകയാണ്. ബാലചന്ദ്രന് ഹെൽത്ത് പ്രോബ്ലംസ് വല്ലതും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ വൈജയന്തി ഇല്ല എന്ന് പറയൂ കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മൾ എല്ലാ ചെക്കപ്പും ചെയ്തിട്ടുണ്ട് എന്ന് ഡോക്ടർ പറയുകയാണ്. ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് പുറമേ ഹെൽത്ത് ഓക്കെ ആണെന്നൊക്കെ തോന്നും, പക്ഷേ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, മുൻപ് നേരത്തെ നടത്തിയിട്ടുള്ള ചെക്കപ്പിലെല്ലാം നോർമലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ തന്നെ പറയുന്നുണ്ട്, ഡോക്ടർ വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു, പേഷ്യൻറ്റിൻ്റെ ടോട്ടൽ ബിഹേവിയർ പഠിച്ചതിൽ നിന്ന് ഞാൻ പറയാം, മാഡത്തിൻ്റെ ഹസ്ബൻഡ് ഒരു ഇമോഷണൽ ലെവൽ കൂടിയിട്ടുള്ള ആളാണ് എന്ന് പ്രശ്നങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ അദ്ദേഹം അത് റിയാക്ട് ചെയ്യില്ല, സപ്രസ് ചെയ്ത് വെക്കും, അതാണ് പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് വൈജയന്തി പറയും, എൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യാറുണ്ട് എന്ന് പറയും. ആ സമയത്ത് ഡോക്ടർ വൈജയന്തിനോട് പറയാണ്, അത് അയാളുടെ മനസ്സിലുള്ള യഥാർത്ഥ സംഘർഷത്തിൻ്റെ 10% മാത്രമാണ് എന്ന് പറയട്ടോ. എന്നിട്ട് വൈജയന്തിനോട് ചോദിക്കുകയാണ്, മാഡത്തിൻ്റെ മനസ്സിൽ തോന്നുന്നത് അപ്പോൾ അത് പ്രകടിപ്പിക്കുമല്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു, ബാലചന്ദ്രന് ഇപ്പോഴുള്ളത് ഒരു ബ്രോക്കൺ ഹാർട്ടാണെന്ന്. അത് കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിലേക്ക് പോരുമ്പോൾ ബാലചന്ദ്രൻ കൃഷ്ണമോളോടാണ് പറയുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ 2ാം ജന്മം എങ്ങനെ ജീവിക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് മോളെ, തിരിച്ചു പോകാൻ പറ്റാത്ത അത്രയും ദൂരം പോന്നു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ബെഡ്റൂമിലേക്ക് ചെന്ന ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഇന്ന് മുതൽ ഇതെൻ്റെ ബെഡ്റൂം അല്ല എന്ന്. അപ്പോൾ വൈജയന്തി ചോദിക്കും, പിന്നെ ആരുടെ ബെഡ്റൂമാണെന്ന്. അപ്പോൾ ഇത് നിൻ്റേത് മാത്രമാണ്, നിൻ്റെ ബെഡ്റൂമാണ് ഇത് എന്ന് പറയട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് പറയുന്നുണ്ടായിരുന്നു, ഇത് നിൻ്റെ അച്ഛൻ കൈതക്കൽ കുഞ്ഞിരാമമേനോൻ പണിത വീടല്ല, അതുകൊണ്ട് തന്നെ ഈ വീട്ടിലുള്ള ഓരോരുത്തരും എവിടെ കിടക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ബാലചന്ദ്രൻ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.